എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കോലത്തുകാരത്തെ കുംഭാഭിഷേകമാണ്. കോലത്തുകാര അമ്പലത്തില് നാളെയാണ് ആറാട്ട്. അപ്പൊ ഇന്ന് കേശുവിന് കുംഭാഭിഷേകമുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആൺപിള്ളേർക്കും പെൺകുട്ടികൾക്ക് ഒരേപോലെ എടുക്കാൻ പറ്റും. സാധാരണ അമ്പലത്തിൽ നമുക്ക് താലപ്പൊലി എടുക്കുമ്പോൾ ആൺകുട്ടികൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുംഭാഭിഷേകം എടുക്കാം. കുംഭാഭിഷേകം എന്ന് പറയുമ്പോഴേക്ക് പാല് കുടിച്ചാ മോനെ, അയ്യോ അതെന്തോന്ന്. അപ്പൊ കുംഭാഭിഷേകം എന്ന് പറയുമ്പോഴേക്കും നമ്മള് ഒരു കുംഭത്തില് ഒരു മൊന്തയില് പാല് ഒഴിച്ചു കൊണ്ട് പോകണം. പാല് ഒരു തട്ടത്തിൽ നമുക്ക് എന്താ പറയണ്ട, ഒരു തട്ടത്തില് ഒരു മൊന്ത വയ്ക്കണം. അതിൽ പാലൊഴിച്ച് കൊണ്ടുപോയിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യണതാണ് കുംഭാഭിഷേകം. അപ്പൊ നമ്മൾ താലപ്പൊലി പോലെ ആണ് കൊണ്ടുപോകണത്. അപ്പോൾ എനിക്ക് എൻ്റെ 2 വയസ്സ് മുതൽ 2, 3, 4 എനിക്ക് 3 വർഷം എന്നെ അമ്മ അവിടെ കുംഭാഭിഷേകം അടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ മോനെ ഈ വർഷം ആദ്യമായിട്ട് കുംഭാഭിഷേകത്തിന് കൊണ്ടുപോകണതാണ്. അപ്പൊ ഇനി അതിന്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 8 മണി തൊട്ടാണ് കുംഭാഭിഷേകം. അപ്പൊ ഇനിതാ സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് സാരിയും സാവേരിയൊക്കെ ഒന്ന് ഒതുക്കണം. മോനെ ഒന്ന് റെഡി ആക്കണം. ഒരു കൃഷ്ണ വേഷത്തിലൊക്കെ മോന് ഈ ഒരു കുംഭത്തിലാണ് മോൻ പാല് കൊണ്ടുപോകണത്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതില് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ പേരെഴുതി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണം. കാരണം ഒരുപാട് ഈ കുംഭങ്ങൾ കാണുമല്ലോ. അപ്പൊ നമ്മളത് ഏതാണെന്ന് അറിയണ്ടേ. അപ്പൊ ഞാൻ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിലൊന്ന് പേരെഴുതിയിട്ട് സെലോ ടേപ്പ് വെച്ച് ഫുൾ ഒട്ടിക്കാം. മോനെ സെലോ ടേപ്പ് എന്ത് ചെയ്തടാ? ഇന്നലെ അമ്മാമ്മേരെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് സെലോ ടേപ്പ് പതുക്കെ വേറെ കിടക്കും. എടുത്തിട്ടാ സ്കെച്ച് പേനയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം അവ എടുത്ത് കളഞ്ഞു. ഇനി എങ്ങനെ എഴുതുമെന്നൊന്നും പറഞ്ഞു. ഇതിലാണ് മോന്റെ പേര്. കേശു എന്ന് എഴുതണോ ഗോവിന്ദ് എന്ന് എഴുതണോ? ഗോവിന്ദ്. ഗോവിന്ദ് വൃന്ദാവനം പുല്ലുകാട്. അപ്പോൾ അതാ പറ്റണ രീതിയിൽ ആ പേരൊന്നും മാഞ്ഞു പോവാത്ത രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിതാ ഈ അരളിപ്പൂ ഇറുത്ത് ഒന്ന് കെട്ടി വെക്കണം. കെട്ടി നമ്മൾ ആ കുംഭത്തിൽ ഒന്ന് അലങ്കരിക്കാനായിട്ട്. അപ്പൊ അതിനായിട്ട് ഇതാ ഇവിടെ കുറേ അരളി നിപ്പുണ്ട്. അത് എടുക്കാനാണ് വന്നത്. അപ്പൊ ഇതിന് ഇറുത്തൊന്ന് കെട്ടിയിട്ട് അതൊന്ന് അലങ്കരിക്കാം. നമ്മുടെ കുംഭം വേണമെന്ന് ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്. ഇതൊക്കെ അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. വീഡിയോ എടുക്കാനും സമ്മതിക്കൂല. കേശുവിന് നമ്മളെ പത്രം കേശുവിന് കുംഭാഭിഷേകം ഇന്ന് കോലത്ത് വരാം. ഓ ഇതാണ് ഇന്ന് കേശു കുംഭാഭിഷേകത്തിന് എടുക്കുന്ന കുംഭം. ഇതാണ് കേശുവിനായിട്ട് വാങ്ങിച്ച നേരിയത്. ഇനി കേശുവിന് മേക്കപ്പ് ചെയ്യാൻ പോണതാണ് അല്ലേ മോനെ? കേശു ഇവിടെ ഇരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാൻ റെഡി ആയിട്ട്. അപ്പൊ ആദ്യം ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കാം. മോനെ ഇവിടെ കിട ഇങ്ങനെ അങ്ങനെ കിടക്കണേ. പണ്ടത്തെ പൊട്ട് ഇതിപ്പോ കിട്ടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇതിപ്പോ കിട്ടി. ഇവിടെ ഇനി ആ പല കളർ വെച്ചിട്ട് കേശുവിന് പൊട്ടിട്ട് കൊടുക്കുന്നു. ഓ എന്നിരുന്നില്ല അനങ്ങല്ലേ. തിരി ഇങ്ങോട്ട് തിരി. നീ ചുമ്മാ അതില്ലേ. അത് കൊച്ചായിരുന്നപ്പോഴാണ് മറ്റേ അത് കൃഷ്ണന്റെ ഡ്രസ്. ഇപ്പൊ മോൻ വലുതായില്ലേ, 4 വയസ്സുകാരനായില്ലേ. ചുമ്മാ എടാ ചുമ്മാ ഇരിടാ. ആ നേരിയത് അതാണ്. മുണ്ട് വേണ്ട. അതൊക്കെ എടുത്തൊന്നുമില്ല ഇരിക്കുവാണ്.
അപ്പോൾ കേശുവിനെ ഇനി തച്ചുടിപ്പിക്കാൻ പോണതാണ് അല്ലേ കേശു? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കൃഷ്ണന്റെ ആ തച്ചുടിക്കുന്നത് കൊണ്ടല്ല ഇതേപോലെ ഉടുപ്പിക്കാം. അത്ര പെർഫെക്റ്റ് ആവൂല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ നീ എന്തിനാണ് നോക്കണം? എന്നെ ഒന്നും ചെയ്യണില്ല. അങ്ങോട്ട് തിരിഞ്ഞില്ലേ? കേശുവിന്റെ കോസ്റ്റ്യൂം പൂർത്തിയാവും. അടിങ്ങനാക്കണം. തീപ്പെട്ടിയൊക്കെ എടുത്ത് എണ്ണ ഇതാണ് അത്യാവശ്യം. പാല് തിരിച്ച് ബാക്കി ഒഴിച്ചുകൊണ്ട് വരാൻ. പാലെടുത്താ? ഓ, പാലെടുത്തു. അപ്പൊ ഞങ്ങള് അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്കാണ് ഘോഷയാത്ര തിരിക്കണമെന്നാണ് നോട്ടീസ് കിടക്കുന്നത്. 8 മണിക്ക് മുന്നേ തന്നെ അമ്പലത്തിൽ അവിടെ ഗുരുപൂജ എന്തിനായിരിക്കും. ഈ മരണോ? ഒരു മരണം. അപ്പൊ 8 മണിക്ക് അമ്പലത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാഷ് ആര് അതാണ് ഇന്ന് തന്നെ സാറിന്റെ. അപ്പൊ 8 മണിക്ക് മുന്നേ അമ്പലത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ട് കേശു ഫുൾ ഡ്രസ്സിൽ ഇറങ്ങിയിരിക്കുകയാണ്. കേശു ഇവിടെ കാറ് കയറിയപ്പോ തൊട്ട് ഭയങ്കര ആരെയും നോക്കണതൊന്നുമില്ല, എന്തോ ഭയങ്കര സംഭവമായിട്ട് ഇരിക്കുകയാണ് അല്ലേ കേശു? അതാണ്ട് കേശു നോക്കിയാണ്. കേശു നോക്കണില്ല, കേശു പറയണ അവരെല്ലാരും തൊഴണം. അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഇവിടെ വായനശാലയുണ്ട് അമ്പലത്തിന്റെ വക, അവിടെയാണ് പോണത്. അവിടെ നിന്നാണ് പിന്നെ 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഘോഷയാത്ര ഇറങ്ങും. അവിടെ നിന്ന് എല്ലാവരും നേരെ അമ്പലത്തിൽ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെയൊക്കെ കണ്ടില്ലേ അമ്പലത്തിൽ ഉത്സവത്തിന്റെ നാളെ ആറാട്ടാണ്. അതിന്റെ ഇതിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നാളെ പരിപാടിയാണ്. എന്തൊരു പാടാൻ ഞാൻ നമ്മളിതിൽ കൂടെ കറിയാന്ന് പോകും. ഇതാണ് വായനശാല. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഇനി ഈ പാൽക്കുടമായിട്ട് ഇവിടെ നിന്നാണ് ശ്രീനാരായണ ഗുരു SNM വായനശാല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിതാ വായനശാലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് കഴിഞ്ഞവരും ഉണ്ട്, വന്നുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്, ഇനി വരാനുള്ളവരും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിച്ച് വായനശാല അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ നമ്മൾ പറഞ്ഞില്ലേ കുംഭാഭിഷേകമാണ്. അപ്പോൾ അതിൽ പാലാണ് കൊണ്ടുപോകാനുള്ള കുംഭത്തിൽ. അപ്പോൾ ഞങ്ങളിതാ ആ ഒരു കുംഭം രാവിലെ അലങ്കരിച്ചൊക്കെ കൊണ്ടുവന്നതിലോട്ട് ഒരു കവർ പാല് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു തൂക്കുപാത്രമൊക്കെ ആയിട്ടാണ് വന്നത്. പാല് ബാലൻസ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു മൊന്തയ്ക്ക് കറക്റ്റായിരുന്നു. ആ ഒരു കവർ പാലും അതിൽ കൊള്ളുമായിരുന്നു. അങ്ങനെ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു തുണ്ട് തരും, ഒരു ടോക്കൺ പോലെ ഒരു നമ്പർ തരും. അപ്പോൾ ഞങ്ങളുടെ നമ്പർ 88 അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് വിളക്ക് കത്തിക്കേണ്ട. പിന്നെ നമ്മൾ ആ ഒരു കുംഭത്തിൻ്റെ മുകൾ ഭാഗം കെട്ടുകയും വേണം. കെട്ടിയതിന് ശേഷം നമ്മൾ അവരെ ഏൽപ്പിക്കണം. അപ്പോൾ അവരിതെല്ലാം കൊണ്ടുവന്ന് അതിനകത്തൊരു ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്.
അപ്പോൾ ഗുരുവിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ എല്ലാ പാൽക്കുംഭങ്ങളും നിരത്തി വെച്ചിരിക്കും. അതിനുശേഷം അവിടെ പൂജയുണ്ട്. പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരെയായിട്ട് പേര് വിളിച്ച് നമുക്ക് ആ തട്ടം അല്ലെങ്കിൽ ആ താലം തിരിച്ചു തരാം. റെഡിയായി ഫുഡൊക്കെ എഴുതിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇത് 9 മണി, ഇപ്പൊ 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 9 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് തിരിക്കുന്നത്. അപ്പൊ അതാ കേശുവിന്റെ സംഭവങ്ങൾ ഇതൊക്കെ എല്ലാം കയ്യിൽ വാങ്ങിച്ചു വെച്ചു. അവരിപ്പോ ഇരിക്കുമ്പോൾ കേശുവിടെ കേശു സ്വാമിയാണല്ലേ അപ്പൊ കേശുവിന് ഇപ്പോഴും എന്തിനാണ് പരിപാടി എന്ന് പിടിയിട്ടില്ല. അപ്പൊ ആകെ ഇങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുകയാണ്. നല്ല മര്യാദക്കാരനായിട്ടിരിക്കുകയാണ്. പിള്ളേരെയൊക്കെ കണ്ടപ്പോഴേക്ക് എല്ലാവരും ഒരുങ്ങി നിൽക്കേണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം അല്ലേ കേശു? വേണ്ട നല്ല ചൂടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നടക്കാനായിട്ട്. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ അമ്പലത്തിൽ പോകാനായിട്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴൊരു സമയമാവും. ഒന്ന് പതുക്കെ പതുക്കെയല്ലേ പോണത്. അമ്മയ്ക്ക് കാണാം. ഏകദേശം നമ്മുടെ കുംഭാഭിഷേക ഘോഷയാത്ര അവിടെ നിന്ന് തിരിക്കാൻ സമയമായി. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കാണ് തിടമ്പേന്തി ആന വരണത്. ആന വന്ന് അവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ കുംഭാഭിഷേകക്കാർ ഇറങ്ങണതും കാത്ത്. ഇഷ്ടം പോലെ ആൾക്കാരായി അവിടെ റോഡിൻ്റെ 2 സൈഡും, അതുപോലെ തന്നെ ലൈബ്രറിയുടെ ഫ്രണ്ടിലും ലൈബ്രറിക്ക് അകത്തും എല്ലാം കൂടെ ഒരു മേളം തന്നെ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ ഈ കുംഭാഭിഷേകം എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് പങ്കെടുക്കാത്ത ആൾക്കാർ ചുരുക്കമാണ്. ടോക്കൺ നമ്പർ 3, ടോക്കൺ നമ്പർ 4, 24, ടോക്കൺ നമ്പർ 45, 78, ടോക്കൺ നമ്പർ 88, ടോക്കൺ നമ്പർ 89. അപ്പോൾ ഞങ്ങളുടെ നമ്പർ 88 ആയിരുന്നു ടോക്കൺ നമ്പർ. നമ്മൾ പേര് വിളിക്കുന്ന അനുസരിച്ച് ചെന്ന് താലം വാങ്ങിക്കൊണ്ട് പോയിട്ട് ക്യൂവിൽ നിൽക്കണം. അങ്ങനെ അവിടെ നമുക്കിനി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലെത്താനായിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പന്നിടമൂട്ടിലൊക്കെ താലപ്പൊലി എടുക്കുന്നതാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ മൊത്തം ഈ നാട് മൊത്തം ചുറ്റിക്കറങ്ങി അമ്പലങ്ങളിൽ കയറിയിട്ട് വേണം പന്നിടമൂട്ടിൽ തിരിച്ച് എത്താനായിട്ട്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ, കോലത്തുകര മാത്രമേ ഉള്ളൂ ഈ കുംഭാഭിഷേകം രാവിലെ ആയതും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് എടുക്കാനായിട്ട് സാധിക്കണതും എല്ലാം. അങ്ങനെ അതാണ് നമ്മുടെ ലൈബ്രറി. അവിടെ നിന്നാണ് ആരംഭിച്ചിട്ട് ഇനി അമ്പലം വരെ പോകണം. അത്ര ദൂരമേ ഉള്ളൂ. അവിടെ ആയിട്ട് പിന്നെ അറിയാമല്ലോ, നമ്മളിപ്പോൾ അല്ലാണ്ട് നോർമലായിട്ട് നടന്ന് പോവുകയാണെങ്കിൽ 5 മിനിറ്റ് മതി അവിടെ എത്താനായിട്ട്. പക്ഷേ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ അവിടെ നിന്നല്ലേ പോണത്. കേശു ഒട്ടും നടക്കൂലെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം അല്ലാണ്ട് തന്നെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ അവൻ നടക്കുകയില്ല. ഒന്നുകിൽ അവൻ്റെ അച്ഛൻ എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ അപ്പ എടുക്കണം. ഞാനാണെങ്കിൽ ആദ്യം കുറച്ചൊക്കെ എടുത്തിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നോക്കും. പക്ഷേ രമ്യ ചേച്ചിയാണെങ്കിൽ തൂക്കിക്കൊണ്ട് നടന്നോളും. അതുപോലെ തന്നെയാണ് ചേട്ടനും. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ, പിള്ളേരൊക്കെ ഒരുപാടില്ല. അതുകൊണ്ട് ആൾ ഭയങ്കര ഗമയിൽ പാവം അങ്ങറ്റം വരെ നടന്ന്
അപ്പം നമ്മൾ വരണ വഴിക്ക് ഫ്രൂട്ടിയും വെള്ളമൊക്കെ പിള്ളേർക്ക് നമുക്കൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അമ്പലം എത്താറായപ്പോഴേക്കും അവിടെ നിൽക്കുകയായിരുന്നു. കാരണം ആന ബാക്കിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തുമ്പം ആന മുന്നിൽ പോകണം. അതിനുശേഷം ആനയുടെ പിറകെ മാത്രമേ ഞങ്ങൾക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ. അങ്ങനെ ദാ നടന്ന് അമ്പലത്തിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ 3 പ്രദക്ഷിണം വെക്കണം. പിന്നെ എല്ലാവരെയും കൂടെ നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, അവിടെ കുട്ടികളുടെ അച്ഛന്മാരും ഒക്കെ അതിൻ്റെ കൂടെ വന്നോളും. അപ്പോൾ ചേട്ടനാണെങ്കിൽ നമ്മളെ ഷോപ്പിൻ്റെ അടുത്തുമാണല്ലോ ഇത്. അപ്പോൾ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ ഘോഷയാത്ര ജംഗ്ഷനിലെത്തിയപ്പോഴേക്ക് അവിടെ നിന്നാണ് ചേട്ടൻ നമ്മളെ കൂടെ വന്നത്. അതിനുശേഷം ദാ അമ്പലത്തിന് നട എത്തിയപ്പോഴേക്ക് പുള്ളി വീണ്ടും ഷോപ്പിലോട്ട് പോയി. ഇനി ഇവിടുന്ന് 3 പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ കൊണ്ടുവന്ന പാലുണ്ടല്ലോ, അത് അഭിഷേകത്തിനായിട്ട് ഗുരുവിൻ്റെ നടയിലാണ് കൊടുക്കേണ്ടത്. സ്വാമിയുടെ നടയിൽ നമ്മൾ അഭിഷേകത്തിനായിട്ട് കൊടുക്കും. അപ്പോൾ അവരവിടെ അതിലൊഴിച്ചിട്ട് തന്നെ അപ്പം തന്നെ അതിങ്ങ് തിരിച്ചു തരും. നമ്മുടെ ആ കുടം നമ്മൾ എന്തിലാണോ കൊടുക്കുന്നത് അത് തിരിച്ചിങ്ങ് തന്നോളും. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തവർക്ക്, അഭിഷേകത്തിനായിട്ട് പാല് കൊടുത്തവർക്ക് നേരെ പിന്നെ ഊട്ടുവരയിലോട്ട് പോവാം. കുംഭാഭിഷേകക്കാർക്ക് പ്രഭാത ഭക്ഷണമുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും പ്രഭാത ഭക്ഷണം. അപ്പോൾ നമ്മൾ വലത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വലത് വെച്ച് കഴിഞ്ഞ് അതും കൊടുത്തിട്ട് നമുക്ക് നേരെ ഇനി പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. കളിപ്പാട്ടെ അപ്പോൾ ആ അമ്പലത്തിൻ്റെ മുറ്റം നിറയെ ആൾക്കാരാണ്. കുംഭാഭിഷേക ഘോഷയാത്ര കാണാൻ വന്നവർ, പങ്കെടുക്കാൻ വന്നവർ, ഉത്സവം കാണാൻ വന്നവർ എന്ന് വേണ്ട. ഇവിടെ 10 ദിവസവും ഫുൾ മേളമാണ്. എല്ലാ സമയത്തും പരിപാടികളുണ്ട്. എപ്പോഴും പരിപാടി വെച്ചാലും ഉച്ചയ്ക്കൊക്കെ പരിപാടിയുണ്ട്, അതുപോലെ വൈകുന്നേരമുണ്ട്, രാത്രിയുണ്ട്, വെളുപ്പിന് 7 മണി വരെ, രാവിലെ 7 മണി വരെ പരിപാടികളുണ്ട്. എപ്പോഴും എത്ര മണിക്ക് പരിപാടി വെച്ചിരുന്നാലും അപ്പോഴൊക്കെയും ഇത്രയും ആൾക്കാർ അവിടെ കാണാനും ഉണ്ടായിരിക്കും. കാരണം എല്ലാവരുടെയും ജീവിതമായിട്ട് അത്രയ്ക്ക് ബന്ധമുള്ള, അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഒരു അമ്പലമാണ് നമ്മുടെ കോലത്തുകര മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഇവിടെ മഹാദേവനാണെങ്കിലും ഗുരുദേവനാണ് മഹാദേവനെ പ്രതിഷ്ഠ നടത്തിയത്. ലോകത്തിൽ ആദ്യത്തെ ഗുരുദേവ പ്രതിഷ്ഠയുള്ള അമ്പലവും നമ്മുടെ കോലത്തുകര മഹാദേവ ക്ഷേത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് കേശു കളിപ്പാട്ടമൊക്കെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഞങ്ങൾ ഇനിതാ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോണ വഴിക്കെല്ലാം നിറയെ കുപ്പിവെള്ളം ഇരിക്കുന്നത് ഉണ്ട്. കുപ്പിവെള്ളം കണ്ടപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, പറ്റുമെങ്കിൽ നാളെ കുപ്പിവെള്ളം കുറച്ച് വാങ്ങണം. അപ്പൊ ഞങ്ങള് കേശുവിന്റെ കുംഭാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോണതാണ്. അപ്പൊ കേശു നമ്മൾ നടക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ട് കേശു അടിപൊളിയായിട്ട് നടന്നൊക്കെയാണ് വന്നത്. ഇപ്പൊ വലിയ ആളായിട്ട് ഇരിക്കുകയാണ് കേശു. അപ്പൊ ഞങ്ങള് തിരിച്ച് വീടെത്താറായി. ഇനി നമുക്ക് കുംഭാഭിഷേകം, അവിടെ അഭിഷേകം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ആഹാരം ഉണ്ടായിരുന്നു. അപ്പൊ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്ക് പ്രസാദമുണ്ട്. പ്രസാദം പാൽപ്പായസമാണെന്ന് തോന്നുന്നു, അല്ലേ അമ്മ? അല്ല, പായസം ആക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ പാൽപ്പായസം ആയിരിക്കും. അത് 1 മണിയാകുമ്പോഴേക്ക് നമുക്കൊരു ടോക്കൺ നമ്പർ ഉണ്ട്. ആ നമ്പർ കാണിച്ചിട്ട് അത് വാങ്ങിക്കണം. അപ്പൊ ഇനി അതിനായിട്ട് വരണം. പിന്നെ ഇനി നാളെ വിഷു അല്ലേ, അപ്പൊ ഇനി വിഷുക്കണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ കേശുവിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇനി അതൊക്കെ വാങ്ങിക്കാനായിട്ട് വരണം. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട്. തിരിച്ചിനി വീടെത്താറായി. ഇഷ്ടം പോലെ മാങ്ങ എന്നതാണല്ലേ, ഇപ്പൊ ഒറ്റ മാങ്ങയില്ല. ഞങ്ങള് വീടെത്താറായി. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇറങ്ങി. എന്തോന്ന് അച്ഛ, എനിക്ക് വേണോ അച്ഛാ? അമ്മ
ഞങ്ങൾ തിരിച്ചു വരട്ടെ, തിരിച്ചു വരുമ്പോ എന്താ സ്റ്റാർ ഫ്രൂട്ട് ആനപ്പുളിഞ്ചിക്ക. എന്താ ആനപ്പുളിഞ്ചിക്ക, ഇപ്പോഴത്തെ സ്റ്റാർ ഫ്രൂട്ട്. നമ്മളിതിന് ആനപ്പുളിഞ്ചിക്ക എന്നാണ് പറയണത്. അപ്പൊ അച്ഛനെ അമ്മേനെയൊക്കെ ഇവിടെ കൊണ്ടാക്കി, അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ആനപ്പുളിഞ്ചിക്ക കിട്ടിയത്. ഇനി അയ്യോ അമ്മ കയറി പോയ ആയിശ്, ഒരെണ്ണം കൂടെ ഒക്കെ ചോദിച്ചിട്ടായിരിക്കും നിർത്തിയാനിട്ട് ചിലപ്പോ അവിടെ കാണും. അതോ നിക്കണം, ഒരാനപ്പുളിഞ്ചിക്കയും കൂടെ കൊണ്ട് നിൽക്കും. ഇത് അച്ചാറിടും. ഓ അല്ല, ഇത് ഷുഗറിന് ഏറ്റവും നല്ലതാണ് ഈ സംഭവം, ആനപ്പുളിഞ്ചി. പണ്ടൊക്കെ ഇതിന് മാറ്റില്ലല്ലോ, ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു മാറ്ററിഞ്ഞ. അയ്യോ അങ്ങനെ ഞങ്ങളെ വീടെത്തി. കേശുവിന്റെ കുംഭാഭിഷേകമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് അതിൽ തന്നെ വലിയ സന്തോഷം. കേശു നടക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും ആള് അങ്ങറ്റ ഒരാള് നടന്ന്. ഇനി നാളെ ഇനി വിഷു അല്ലേ, അപ്പൊ ഇന്നിനി ഫുൾ റെസ്റ്റ് ഇല്ല. ഇനി വിഷുക്കണി ഒരുക്കാനായിട്ട് കണിക്കൊന്ന എടുക്കണം. അപ്പൊ ഇന്നലെ കുറച്ച് കണിക്കൊന്ന വീട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ ഇനി ഇവിടെ ഉള്ളതും കൂടെ നോക്കണം. കേശുവാ പൂവിനായിട്ട് വന്നിട്ട് കൊന്നപ്പൂവെല്ലാം പിള്ളേർ കൊണ്ടുപോയി. ഒരെണ്ണം പോലെ എത്രയൊക്കെ ഉള്ളു, ബാക്കി അത്രയും കൊണ്ടുപോയിരിക്കുകയാണ്. നോക്കിയാണ് നിറയെ കൊന്നപ്പൂ നിന്നതാണ്. എന്റെ റീൽസും എന്റെ മറ്റു വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാമല്ലോ ഇവിടെ എന്തുമാത്രം കൊന്നപ്പൂ ഉള്ളതാണെന്ന്. ഇത്രയും കൊന്നപ്പൂവേ കിട്ടിയുള്ളൂ, നിറയെ കൊന്നപ്പൂ നിന്നതാണ്. അത്രയും പിള്ളേർ കൊണ്ടുപോയി. പൂവായ പൂവെല്ലാം പിള്ളേർ ഇറുത്തു. പൂവാൻ കുരുന്തല ഞാനും പറിച്ചു. അതുപോലെ എല്ലാ പിള്ളേരും ഉണ്ട്. വാ കേശുവാ. അപ്പൊ ഇനി വിഷുവിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോണം. അതുപോലെ ഇനി കേശുവിന്റെ കുംഭാഭിഷേകം കഴിഞ്ഞതിന്റെ പ്രസാദം ഉണ്ട്, അത് 1 മണിക്കേ കിട്ടുള്ളൂ. അത് വാങ്ങാനായിട്ട് അമ്പലത്തിൽ പോണം. അപ്പൊ ഇന്ന് ഫുൾ ബിസിയാണ്. കേശുവാ. നല്ല മഴ. ഞങ്ങൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഒരു 3 മണിക്ക് ശേഷമാണ് മഴ തുടങ്ങിയത്. ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇനി അടുത്തുണ്ട്. എല്ലാം കഴിഞ്ഞ് എത്തിയത് കൊണ്ട് ഒരു സമാധാനം ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, രാവിലെയൊക്കെ മഴ പെയ്തെങ്കിൽ പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു എന്തോ. പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഭഗവാൻ കാത്തോളുമല്ലോ. അതുകൊണ്ട് കുംഭാഭിഷേകമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് ഇന്നലെ ഈ സമയമായപ്പോഴേക്കും ഇതുപോലെ മഴയായിരുന്നു, അതുപോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് തണുത്ത്, നമ്മുടെ തറയൊക്കെ ഒന്ന് തണുത്ത്. ഇന്നലെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിഷുവിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിനെയൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ വീടൊക്കെ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കണം. ഇനി കുറച്ച് ജോലി കൂടുതലാണ്. എന്തായാലും വിഷുക്കണി ഒരുക്കണത് ഒരു 9 മണിക്ക് ശേഷം മാത്രമേ ഒരുക്കാന്ന് വിചാരിച്ച്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് അതിന്റെ ഒരു ഇരപ്പ് കാണും. പിന്നെതാ എന്റെ വീഡിയോകൾ ആദ്യമേ കാണുന്നവർക്ക് അറിയാം, ഞങ്ങളൊക്കെ ഇവിടെ ശംഖുപുഷ്പത്തിന്റെ ഫാൻസ് ആണ്. അപ്പോ മുമ്പ് ഇവിടെ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ പട്ടുപോയി. അപ്പൊ ഞങ്ങൾ ആ സമയത്തൊക്കെ എന്നും രാവിലെ ബ്ലൂ ടീ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ശംഖുപുഷ്പം കിട്ടാനേ ഇല്ല. ഭയങ്കര ഗുണമാണ് കേട്ടോ ശംഖുപുഷ്പം, ഷുഗർ കുറയാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഇപ്പൊ നമ്മള് ഘോഷയാത്രയ്ക്ക് പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും എടുത്ത്. അപ്പൊ ഇതിപ്പോ അടുക്കായതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഇട്ടാൽ തന്നെ നല്ല കളറാണ്. അപ്പൊ എന്തായാലും ഇതിനെ മാറ്റി വയ്ക്കുക. ഇത് പിന്നെ നമ്മള് രാവിലെ മോന് കൊണ്ടുപോയതാണ്. ചന്ദനത്തിരിയും തിരിയൊക്കെ കൊണ്ടുപോകണമായിരുന്നല്ല, അതിന്റെ കൂട്ടത്തിലുള്ള തിരിയാണ്. നല്ല ഇടിവിട്ട് തുടങ്ങി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മോൻ രാവിലെ കൊണ്ടുപോയ ജണ്ട്, ഹാരം, ഇതൊക്കെ ഇനി കളയാനുള്ളതാണ്. ഞാൻ ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളുടെ ഹൈപ്പറിന്ന് വാങ്ങിച്ചതാണ് വിഷുത്തട്ടം. അപ്പൊ നമുക്കിപ്പോ 2-3 വർഷം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടണുണ്ട്. അപ്പോ ഇതിപ്പോ എല്ലാം കൂടെ 199, 200 രൂപ തന്നെ. അപ്പൊ അതിലുള്ളത് ഓറഞ്ച് ഉണ്ട്, തൊണ്ട അടയുന്നു, ഓറഞ്ച്, പേരയ്ക്ക, മാങ്ങ, ആപ്പിള്, പിന്നെ പച്ചമുന്തിരി, കറുപ്പ് മുന്തിരി, കദളിപ്പഴം പഴുത്തിട്ടില്ല. പിന്നെ നമ്മൾ വിഷുവിന് കദളിപ്പഴം തന്നെ വെക്കണം, കാരണം ഭഗവാൻ ഇഷ്ടമുള്ളത് കദളിപ്പഴമാണ്. പിന്നെ കണിവെള്ളരി, പിന്നെ കണിമത്തങ്ങ, കണിവെള്ളരിയൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെയാണല്ലോ നമുക്ക് പ്രധാനമായിട്ടും വേണമെന്നുള്ള സംഭവങ്ങള്. പിന്നെ ഇതിൽ വെറ്റില അടക്കയുണ്ട്, സിന്ദൂരമുണ്ട്, കൺമഷി വാങ്ങിച്ചത്, അതിന്റെ പേഴ്സ് ഇരിക്കുകയാണ്, ഭസ്മമുണ്ട്, ഇത് മഞ്ഞപ്പട്ടാണ്, കൃഷ്ണന് ചാർത്താനുള്ള മഞ്ഞപ്പട്ടുണ്ട്, പിന്നെ മഞ്ഞഹാരം. ഇത്രയും സംഭവങ്ങളാണ് ഞങ്ങളിപ്പോ വാങ്ങിച്ചത്. പിന്നെ പൈനാപ്പിള്, ചക്ക അടക്കാൻ പോണം. ഈ മഴ തീർന്നിട്ട് ചക്ക അടക്കാൻ പോണം. പിന്നെ പൈനാപ്പിളും അത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ച് കേട്ടാ, വെജിറ്റബിൾസിന്റെ കൂടെ അതും കൂടെ അങ്ങ് കൊണ്ടുപോയി. പൈനാപ്പിളും പിന്നെ എന്തോന്ന് വെച്ചത്,
തണ്ണിമത്തൻ, അത് രണ്ടും കൂടെ ഉണ്ട് വെക്കാനായിട്ട്. പിന്നെ ഇതിലാണ് മോൻ ഇന്ന് കൊണ്ടുപോയത്, കണ്ടില്ലേ കുംഭമൊക്കെ ഇത്രയും, മോന്റെ പേരൊക്കെ എഴുതിയതെല്ലാം പോയി പാലൊക്കെ വീണിട്ട്. എന്തായാലും അതങ്ങ് നല്ല രീതിയിൽ നടന്ന്. പിന്നെ ഈ തട്ട ഇന്നലെ വാങ്ങിയതാണ്. ഇതിന് 160 രൂപയാണ് റേറ്റ്. നമ്മുടെ ഇവിടെ ഇരുന്ന തട്ടം ചെറുതാണ്, വലിയ തട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്ത്. പിന്നെ ഈ ഒരു വിളക്ക് ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാണ്. മുമ്പ് ഞങ്ങൾ കാര്യസിദ്ധി പൂജയ്ക്ക് പോവായിരുന്നു, ഞാൻ രമ്യ ചേച്ചിയും കൂടെ. അപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു വിളക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെതാണ്ട് ഈ ഒരു സംഭവം പോയാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ എന്റെ വിളക്കൊക്കെ ചീത്തയായി പോയി. ഇപ്പൊ ഞങ്ങൾ പൂജയ്ക്ക് പോയിട്ട് അതിന്റെ 6-7 വർഷമാവും. അപ്പൊ അത് ഇങ്ങനെ ഈ മോഡൽ വിളക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മുകളും താഴെയും ഒരേ വലിപ്പമായിരുന്നു, പക്ഷെ ഇത് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിളക്കം വാങ്ങി. ഇത് രണ്ടുമാണ് ഇന്നലെ മോനായിട്ട് വാങ്ങിയത്, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വാങ്ങിയത്. അപ്പോ ഭയങ്കര ചൂട്. മഴ പെയ്തപ്പോ ചൂട് കൂടിയെന്ന് തോന്നുന്നു. നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നാളെ വിഷു സദ്യ ഒരുക്കണം. ഇന്നിനി 9 മണിക്ക് ശേഷം കണി വെക്കണുള്ളൂ. കണി വെക്കണം. പിന്നെ ഇനി വീട് മൊത്തം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത ജോലി. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ നമ്മൾ വിശ്രമിക്കണം എന്ന് വെച്ചാല് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടൂല. ഓരോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ ചുമ്മാ വേണ്ട, റെസ്റ്റ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ ഈ റൂമൊക്കെ ഇന്ന് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കാരണം രാവിലെ ഞങ്ങൾ പോയതല്ലേ. പിന്നെ അമ്മയെ കൊണ്ട് ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് എപ്പോഴും അമ്മ തൂത്തുവാരെയൊക്കെ ചെയ്യും, പക്ഷെ ഈ എല്ലാ ജോലികളും അമ്മയ്ക്ക് പാടാണ്. അപ്പൊ ഇനി ഓരോന്നായിട്ട് വൃത്തിയാക്കി തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് മോൻ എടുത്തോണ്ട് പോയത്. അപ്പൊ ഇനി ഇതൊക്കെ തന്നെ ഒന്ന് മഴയത്തിട്ട് ഉണക്കി, മഴയത്തിട്ടല്ല വെയിലത്തിട്ട് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നാളെ കൂടി എടുക്കണ്ടേ, നാളെ വിഷു ഇല്ലേ. അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം. അപ്പൊ അതിനായിട്ട് ഇനി ഇത് തന്നെ ഉടുത്തോണ്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ അതൊക്കെ ഒന്ന് ഉണക്കി. എന്തായാലും വന്ന സമയത്ത് മഴ തോർന്നു നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ സാധനങ്ങളൊക്കെ എല്ലാം, സമയം പോയി, രാവിലെ ആയപ്പോഴേക്ക് സമയം പോയി. നമ്മൾ എത്ര സ്വാമി അവിടെ വെച്ചാ? അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുകയാണ്. എന്തിനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിയാലേ അറിയാവൂ. അമ്മ വരാം. ഹാരമൊക്കെ ഇട്ട് വെച്ചേക്കണ എന്തോന്ന് നോക്കാം. അവിടെ എന്തിനൊക്കെ ഹാരമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് കാണിച്ചു തരാം എന്തിനാണെന്ന്. കണ്ട ഇവിടെ ഇന്ന് ഇട്ടോണ്ട് പോയ ഹാരമൊക്കെ ഇവിടെ ദേവിക്ക് ഇട്ട് കൊടുത്ത്, ആ കിരീടമൊക്കെ അവിടെ വെച്ച്, അതൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ പരിപാടി. കണ്ടില്ലേ? ഇനി അതൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇതൊക്കെ നാളെ മോനെ കൃഷ്ണനാക്കണം അമ്മയ്ക്ക് ഒന്നുകൂടെ രാവിലെ. അപ്പൊ മഴയൊക്കെ തോർന്ന് ഇനി ഇവിടെ നിന്ന് ഒരു ചക്കയും കൂടെ അടക്കണം. ഇവിടെയൊക്കെ ഇപ്പുറത്തൊക്കെ ചക്ക നിന്ന് ഒന്നും കാണാനില്ല. പിള്ളേര് മൊത്തം കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു സാധനങ്ങള് ഇന്നലെ നോക്കി വെച്ച ഒറ്റ സാധനങ്ങൾ ഇന്ന് കാണാനില്ല. മാങ്ങ കണ്ടില്ലേ? മാങ്ങയൊക്കെ കൊണ്ട് നോക്കടാ, കൊമ്പോടെ ഒടിച്ചിട്ടിരിക്കുന്നുണ്ട്. മാങ്ങയൊക്കെ ആ കൊമ്പോടുകൂടെ ഒടിച്ച് ഇട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ഇപ്പുറത്തെ ഒരു ചക്ക ഉണ്ടായിരുന്നു, അത് നോക്കി വെച്ചിരുന്നു, അതൊക്കെ കൊണ്ടുപോയി. ഇനി അതിന്റെ അപ്പുറത്തൊരു ചക്കയുണ്ട്, അതിന്റെ അടക്കാം. കേശു അവിടെ നിന്നില്ലേ? അപ്പൊ 2 ചക്ക, ഒന്ന് രമ്യ ചേച്ചിക്ക്, ഒന്ന് ഞങ്ങൾക്ക്, അങ്ങനെ 2 ചക്ക കണി വെക്കും. പിന്നെ നാളെ വിഷു അല്ലേ, അപ്പോൾ ഒരു വിഷു സദ്യ ഒരുക്കണം. അതിനായിട്ടുള്ള സാമഗ്രികളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പച്ചക്കറികൾ വാങ്ങി, പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങി, അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാനൊക്കെ അമ്മയെ കൊണ്ടേ പറ്റുള്ളൂ. നാളെ വിഷു സദ്യ ഒരുക്കാനുള്ള മലക്കറികളാണ്. അപ്പൊ മലക്കറിക്ക് ഭയങ്കര വില. ഇത്ര മലക്കറിക്ക് ഏകദേശം 300 രൂപയോളം കൊടുത്താണ് ഇന്ന് വാങ്ങിയത്. അത്ര വിലയായിരുന്നു എല്ലാ സാധനങ്ങൾക്കും. ഇന്ന് മലക്കറി വാങ്ങിച്ച മാതള നാരങ്ങയാണ്. അപ്പൊ അമ്മ അത് നാളത്തേക്ക് സദ്യക്ക് അച്ചാർ വേണമല്ലോ. അപ്പൊ കുറെ നാളായി നമ്മൾ ഈ മാതള നാരങ്ങയൊക്കെ അച്ചാറിട്ടിട്ട്, അല്ലേ അമ്മ? ഒരുപാട് നാളായി. അപ്പൊ ഇന്ന് കണ്ടപ്പോ, പിന്നെ അതുമല്ല ഇപ്പൊ മിക്കവാറും ഹൈപ്പറിൽ കയറുമ്പോൾ ഇതങ്ങനെ കാണാനില്ല.
കൂടാ. അപ്പൊ ദാ ചുമ്മാ ചേർക്കാം. ഇവിടെയാണ് ഉരുള എടുത്ത് വെച്ചിരിക്കണത്. അതിന്റെ താഴെ ഇറക്കണ കാര്യമാണ്. രണ്ടുപേരും കൂടെ പിടിച്ചോണേ. ഇതാണ് വലുത്. അത് ഞാനും കൂടെ പിടിച്ചോളാം. അതാണ് നോക്കട്ടെ. ഇതങ്ങോട്ട് പോയി. അതിനകത്ത് വല്ല ഇരിക്കണം. അത് ഉരുളിക്കകത്ത്. ഇത് വന്ന് വീണ ഉണ്ടല്ലേ, കഴിഞ്ഞ വർഷം കണി വെച്ചപ്പോ എന്റെ കാലിൽ കൂടെ വന്ന് വീണത്. പിടിച്ചാ പിടിച്ച് ഞാൻ നിരനില ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ പിടിക്കട്ടെ. ശരി ശരി, ഇനി പിടിച്ചോളാം. ഇനി ഞാൻ പിടിച്ചോളാം. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ മുകളിൽ എടാ കസേര ഇങ്ങോട്ട് നീങ്ങി. ഇങ്ങോട്ട് നീങ്ങിണ്ടാ കാണിച്ച വേല കേട്ടാ. ഇത് മുകളിൽ നിന്ന് ഇറക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി ഇതിനെ കഴുകി എടുക്കണം. ഒരു വിധം ഉരുളി തേച്ചെടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റണില്ല ബാക്കി തേക്കാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഉരുളി തേച്ചെടുക്കാനായിട്ട്. അപ്പൊ ഏകദേശമൊക്കെ തേച്ച് വൃത്തിയാക്കി എടുത്താൽ അത് മതി. അല്ലാതെ ഒരുപാട് വൃത്തി ഇതിൽ പ്രതീക്ഷിക്കരുത്. തേക്കാത്തോണ്ടല്ല അങ്ങനെ ഇരിക്കുന്നത്. തേച്ച് 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 എൻ്റെ ഊപ്പാട് വന്ന്. അപ്പൊ ഇനി ഇതാ കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളായി. ഇനി കണി ഒരുക്കണം. അപ്പൊ കണി ഒരുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ടീപ്പ് ഉണ്ടായിരുന്നു. ആ ടീപ്പ് ഇപ്പൊ ചീത്തയായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കസേരയൊക്കെ പറക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഇന്നിപ്പോ കണി ഒരുക്കാനായിട്ട് പോണത്. അപ്പൊ ഇനി വിളക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കണി. അപ്പൊ ഉരുളി ഒരു വിധം തേച്ചൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഉരുളി തേക്കാനായിട്ട്. പക്ഷെ ഇതാ ഈ ഉരുളി നല്ലതുപോലെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ലതുപോലെ നല്ല സൂപ്പറായിട്ട് തേച്ചെടുക്കാം. അത് തേക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് അതിട്ടൊന്ന് തുടച്ചാൽ മാത്രം മതി. പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് വെളുപ്പിച്ചെടുക്കാം. കസേരയിൽ അത് വിരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ വിരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. കൃഷ്ണനെ വയ്ക്കാനാണ് അതെടുത്തത്. അതിന്റെ പുറത്താണ് കൃഷ്ണനെ വയ്ക്കാൻ പോണത്. എന്നിട്ട് ഇതങ്ങ് വിരിച്ച് അതിന്റെ പുറത്താണ് ആപ്പിൾ വയ്ക്കാനുള്ളത് അല്ലേ കേശുട്ടാ. ഇനി ഇതിനെ അങ്ങ് നല്ലതുപോലെ അങ്ങ് വിരിച്ചിടാം. അത് വിരിക്കണ്ട, അമ്മ പറയാം. അപ്പൊ കൃഷ്ണനെ വെക്കാനുള്ള നമ്മളെ തട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കൃഷ്ണൻ നമ്മൾ പറഞ്ഞ് ജയിച്ച ഹാരമാണ്, അല്ലെങ്കിൽ വലിയ ഹാരമല്ലേ കാണുള്ളൂ. അപ്പൊ പിന്നെ കടയില് നേരെയല്ലേ പൂക്കട. അപ്പൊ നമ്മൾ പറയും പോലെ അവിടത്തെ ആംഗിള് കെട്ടിത്തരും. അമ്മ ഒത്തിരി അരി വേണോ അമ്മ? ഇതിൽ അരി ഇടണം. അപ്പോ വിഷുക്കണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷുക്കണിയിൽ ഇപ്പൊ നമ്മള് ഒരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. കൃഷ്ണന് മഞ്ഞപ്പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ ഹാരം ഇടിയിച്ചിട്ടുണ്ട്. പിന്നെ ഉടയാട ചാർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ വേറൊരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സരസ്വതി ദേവി വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം മഞ്ഞപ്പട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പഴയ മഞ്ഞ ഷോളാണ്. ആ ഷോള് പഴയതെന്നല്ല, ഉപയോഗിക്കാത്ത ഷോളാണ്. അപ്പൊ അങ്ങനത്തെ ഷോളൊക്കെ വിരിച്ചിട്ടാണ് ഫുള്ള് മഞ്ഞമയം ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്രന്ഥക്കെട്ട് വെക്കണമെന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും ഗ്രന്ഥക്കെട്ടൊന്നും ഇപ്പൊ കാണൂല. അതുകൊണ്ട് ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയില് പിന്നെ ഒരു വസ്ത്രം വെച്ചിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വിളക്ക് കത്തിക്കാനുള്ള വിളക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കണിയില് ഉരുളിയില് അതില് പകുതിയോളം നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അരിയുടെ മുകളിലാണ് ഈ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിൽ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കദളിപ്പഴമുണ്ട്, കണിവെള്ളരിയുണ്ട്, പിന്നെ മറ്റേ മത്തങ്ങയില്ലേ നമ്മൾ കണി വെക്കാനായിട്ടുള്ള മത്തങ്ങ പേണിക്ക ആ സംഭവമുണ്ട്. പിന്നെ ഒരു പേരക്കയുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, 2 ഐറ്റം മുന്തിരിയുണ്ട്. പിന്നെ ഇതാ ഒരു തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അഷ്ടമംഗല്യ തട്ടാണ്. അഷ്ടമംഗല്യ തട്ടില് 8 സാധനങ്ങൾ, ഐശ്വര്യമുള്ള 8 സാധനങ്ങളാണ് അഷ്ടമംഗല്യ തട്ടില് വേണ്ടത്. അപ്പൊ ഞാൻ അതിലിപ്പോ മഞ്ചാടിക്കുരു അത് വെച്ചിട്ടുണ്ട്. പിന്നെ വെറ്റില, അടയ്ക്ക, ചന്ദനം, പിന്നെ കൺമഷി സിന്ദൂരം അതൊക്കെ വേണമെന്നുണ്ട്. അപ്പൊ കൺമഷി, സിന്ദൂരം, വെറ്റില, അടയ്ക്ക. പിന്നെ നമുക്ക് ഇത് നിറപറയായിട്ട് വെക്കാം. ഞാനിപ്പോ കുറച്ച് നെല്ല മാത്രം അതിൽ വെച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഐശ്വര്യമുള്ള 7 സാധനങ്ങളും പിന്നെ 8ാമത് സുമംഗലിയായിട്ടുള്ള സ്ത്രീയുമാണ്. അപ്പൊ ഞാനാണ് ഇതൊക്കെ ചെയ്യണത് കൊണ്ട് അതിൽ 7 ഐറ്റംസ് മാത്രം വെച്ചാൽ മതി. 8ാമത് നമ്മളെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ എന്നാണ് പറയണത്. അതാണ് അഷ്ടമംഗല്യ തട്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ കണി. പിന്നെ ഇതിൽ പറയണത് നമ്മൾ ചക്ക വെക്കണം. ചക്ക എന്ന് പറയണത് ചക്ക സുബ്രഹ്മണ്യനാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ട്. കദളിപ്പഴം കൃഷ്ണന്, ചക്ക ഗണപതിക്കോ സുബ്രഹ്മണ്യനിക്കോ എപ്പോഴും മാറിപ്പോ. അതുപോലെ തന്നെ മാങ്ങയും ചക്ക സുബ്രഹ്മണ്യനാണെങ്കിൽ മാങ്ങ ഗണപതിക്കാണ്, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ അങ്ങനെ എന്താണ് അതെനിക്ക് എപ്പോഴും മാറിപ്പോ. എന്തായാലും ഈ സംഭവങ്ങൾ വെക്കണം. പിന്നെ കദളിപ്പഴം കൃഷ്ണനാണ്. പിന്നെ ഒരു ഉടയാട, ഇതിൽ ഒരു ഉടയാട വെച്ചിട്ടുണ്ട്, വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സംഭവങ്ങൾ, കളവെള്ളരിയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കണി ഒരുക്കാനായിട്ട് വേണ്ടത്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വാൽക്കണ്ണാടി വെക്കണതിന്റെ അയ്യോ കണിക്കൊന്നും വെച്ചില്ല. അയ്യോ കൊന്നപ്പൂ വെക്കാൻ മറന്നുപോയി. കൊന്നപ്പൂ എടുത്തിട്ട് വരട്ടിന്. കൊന്നപ്പൂ വെക്കാൻ മറന്നുപോയായിരുന്നു. അപ്പൊ ഇനി കൊന്നപ്പൂ കൂടെ വെക്കണം. കൊന്നപ്പൂ ഈ ഉരുളിയിൽ വെക്കണോ അല്ലെ മാറ്റി വെക്കണോ? കുറച്ച് ഉരുളിയിൽ വെക്കാം അല്ലേ? കുറച്ച് ഉരുളിയിൽ വെച്ചിട്ട് കുറച്ച് കൃഷ്ണന്റെ അടുത്ത് വെച്ചു കൊടുക്കാം. എന്തിന്? അപ്പൊ മെയിൻ ആയിട്ടുള്ള കൊന്നപ്പൂ മറന്നുപോയായിരുന്നു. ഇപ്പൊ ഇതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കണി. ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി കണിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നാളെ ഇനി കണി കാണണം. അത്രേ ഉള്ളൂ. നാളെ രാവിലെ എണീച്ച് വിളക്കൊക്കെ കത്തിച്ച് കണി കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.